കൂട്ടുകാരെ, പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ദേവയാനി തിരികെ അനന്തപുരിയിൽ എത്തുന്നുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ നൈനയ്ക്കും നടന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ റെസ്റ്റിന് വേണ്ടി നൈനയെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയായിരിക്കും കനക. നൈനയെ നന്ദാവനത്തിലേക്ക് വിടാൻ ആദർശന് തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം ആദർശനെ സമ്മതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കനക. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും നൈനയെ നേരെ അവളുടെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുക. അതുകൊണ്ട് തന്നെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തിയ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ ജാനകിയും ജലജയും ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിൽ കൂടി അനാമികയും കൂടിയായിരിക്കും നോക്കുന്നത്. ദേവയാനിയെ പരിചരിക്കുന്നതിനിടയിൽ ജലജ പറയുന്നുണ്ട്, എന്നാലും എന്റെ ഏടത്തിയുടെ മരുമകളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഏടത്തിക്ക് സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ തന്നെ അവൾ സുഖവാസത്തിന് വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണല്ലോ. വീട്ടിലേക്ക് കൊണ്ടുവന്ന ഏടത്തിയെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അവൾ സുഖിച്ചു കഴിയാൻ വേണ്ടിയായിരിക്കും അവിടേക്ക് പോയത്. എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കണേ ഏടത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകിയും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അതെ എത്രയൊക്കെ ആയാലും അവളുടെ അമ്മായിയമ്മയല്ലേ കിടക്കുന്നത്, പരിചരിക്കുന്നത് പോട്ടേന്ന് വെക്കാം, അവൾ ഏടത്തിയെ ഒന്ന് കാണാൻ പോലും നിന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകിയും. അപ്പൊ ദേവയാനി പറയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, എനിക്ക് അവളുടെ ഒരു കാര്യം കേൾക്കുകയും വേണ്ട അറിയുകയും വേണ്ട. നശിച്ചവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്തുകൊണ്ടും നന്നായെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അവളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. അവൾ ഈ ജന്മം ഇങ്ങോട്ട് വരാതിരുന്നാൽ അത്രയും നല്ലത് എന്നൊക്കെ പറയാണ് ദേവയാനി. രാമയ്ക്കാണെങ്കിലും ദേവയാനിയെ പരിചരിച്ചും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും മാക്സിമം വല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. സത്യങ്ങളൊന്നും ദേവയാനി തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അതിൽ ഒരു വിധത്തിലൊക്കെ അനാമിക വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നാൾ നീണ്ടുപോവുകയാണ്. നൈന അവിടെ റെസ്റ്റിലും ദേവയാനി ഇവിടെ റെസ്റ്റിലുമായിരിക്കും. എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദേവയാനി തരം കിട്ടുമ്പോഴൊക്കെ ആദർശനോട് നൈനയുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തിരിച്ചൊന്നും പ്രതികരിക്കാനാവാതെ നിൽക്കായിരിക്കും ആദർശ്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും മണ്ഡലകാലം കഴിയുന്നത് വരെ നൈന അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നായിരിക്കും ആദർശ് പറഞ്ഞിരിക്കുക. ദേവയാനിക്ക് കരൾ കൊടുത്ത് സഹായിച്ചത് നൈനയാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പരിപൂർണ റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ദേവയാനിയും നൈനയും പതിയെ സുഖം പ്രാപിക്കുന്നുണ്ട്. ദേവയാനി പതിയെ എണീറ്റ് നടക്കുകയും സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ആദർശാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നൈനയെ പോയി കാണുകയും അവൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത നൈനയോട് ആ സമയത്തൊക്കെ ആദർശന് അടക്കാനാകാത്ത സ്നേഹമായിരിക്കും. അവളുടെ കൂടെ ചേർന്നിരുന്നും അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തുമെല്ലാം ആദർശം പരമാവധി നൈനയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആദർശ് ഇങ്ങനെ നൈനയ്ക്ക് ഫോൺ ചെയ്യുകയാണ്. അത് കേട്ടുകൊണ്ടായിരിക്കും ദേവയാനി അവിടേക്ക് വരുന്നത്. ഫോണിലൂടെ ആദർശ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നൈന എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ദേവയാനി അകത്ത് കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ആദർശേട്ടാ, ആദർശേട്ടൻ വെറുതെ എന്നെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്റെ വയ്യായികയൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ പോട്ടെ, അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട് ആദർശേട്ടാന്ന് ചോദിക്കും. അമ്മക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല നൈനെ, പതിയെ ഓക്കെ ആയി വരുന്നുണ്ടെന്ന് ആദർശം പറയുന്നുണ്ട്. തുടർന്ന് ആദർശ്, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ നൈനെ, ഭക്ഷണ കാര്യത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം, ഡോക്ടർ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിന്റെ ആരോഗ്യസ്ഥിതി നീ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാതെയാണെങ്കിൽ കൂടി ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആദർശേട്ടൻ വിഷമിക്കേണ്ട, അമ്മയും അച്ഛനും നന്ദുവും ഒക്കെ എന്നെ നല്ല രീതിയിൽ തന്നെയാ നോക്കുന്നത്. എന്റെ കാര്യമോർത്ത് ആദർശേട്ടന് യാതൊരുവിധ ടെൻഷനും വേണ്ട, ആദർശേട്ടൻ അവിടെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇവിടെ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ അമ്മയും നന്ദുവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ നൈന. ഇതേ സമയം ആദർശിന്റെ ഇങ്ങനെയുള്ള സംസാരമെല്ലാം കേട്ട ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിന് മാത്രം അവൾക്ക് എന്തായിരിക്കും അസുഖം, അവൾ ചിലപ്പോൾ എന്റെ മോനെ പറ്റിക്കായിരിക്കും. ആദർശ് അവളോട് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് മാത്രമല്ല ആദർശിന്റെ സംസാരത്തിൽ നല്ല ടെൻഷനുണ്ട്, എന്തായിരിക്കും അവൾക്ക് പറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടമില്ലാതെയാണെങ്കിൽ കൂടി ചിന്തിക്കുകയാണ് കേട്ടോ ദേവയാനി. ആദർശാണെങ്കിൽ അമ്മ അവിടെ നിൽക്കുന്നതൊന്നും അറിയാതെ വീണ്ടും സംസാരിക്കുകയാണ്. അമ്മയുടെ കാര്യമോർത്ത് നീ പേടിക്കേണ്ട നൈനെ, അമ്മയെ നോക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്, നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം, സത്യങ്ങൾ അറിയാതെ അമ്മ ഇപ്പോഴും എന്റെ മരുമകളൊന്നും പറഞ്ഞ് അവളെ തലയിൽ കൊണ്ട് നടക്കുക, എനിക്കറിയാമല്ലോ ആദർശേട്ടാ, അതോർത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുവോ ആദർശേട്ടാ, എന്റെ സ്നേഹം സത്യമായിരുന്നു എന്ന് അമ്മ എന്നെങ്കിലും തിരിച്ചറിയുവോ? ഒരുപാട് കാത്തിരുന്നിട്ടാണെങ്കിലും ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി, അതുപോലെ അമ്മയും എന്നെ സ്നേഹിക്കുമായിരിക്കും അല്ലേ ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ നയന വിഷമത്തോടെ ചോദിക്കുകയാണ്. വിഷമിക്കാതിരിക്കും നയനെ, അമ്മ നിന്നെ സ്നേഹിക്കും, എനിക്കത് ഉറപ്പുണ്ട്. ഒന്നുമില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും നിന്റെ ജീവന്റെ തുടിപ്പുമല്ലേ ഇപ്പോൾ എന്റെ അമ്മയുടെ ശരീരത്തിലുള്ളത്. അമ്മയ്ക്ക് കരളും ബ്ലഡും കൊടുത്ത് അമ്മയെ
ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് തന്നെ നീയല്ലേ നയനെ? എന്റെ അമ്മയ്ക്ക് വേണ്ടി ഏതൊരു മരുമകളും ചെയ്യാൻ മടിക്കുന്ന ജീവത്യാഗമല്ലേ നീ ചെയ്തത്? അങ്ങനെയുള്ള നിന്നെ എന്റെ അമ്മ മനസ്സിലാക്കാതിരിക്കുവോ? നിന്റെ കാത്തിരിപ്പിന് ഉടനെ തന്നെ ഫലമുണ്ടാകും നയനെ, നീ വിഷമിക്കാതിരിക്കെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ്. എന്നാൽ ആദർശിന്റെ വായിൽ നിന്ന് ഇങ്ങനെയെല്ലാം കേൾക്കുന്ന ദേവയാനിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. കേട്ട കാര്യം ഉൾക്കൊള്ളാനാകാതെ വിശ്വാസം വരാതെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും ദേവയാനി. എന്താണ് ഞാനിപ്പോൾ കേട്ടത്? എന്റെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്നോ? പക്ഷെ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. അനാമികയാണ് എനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചത് എന്നും കരൾ തന്നത് പാവപ്പെട്ട വീട്ടിലെ ഏതോ ഒരു പെൺകുട്ടിയാണെന്നുമല്ലേ? ആ പെൺകുട്ടി നയനയായിരുന്നോ? അതുകൊണ്ടാണോ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും ഈശ്വര? ഞാൻ ആരോട് പോയി ചോദിക്കും? ആർക്കാണ് എനിക്കൊരു ഉത്തരം തരാൻ കഴിയുക? ആദർശ് ഇപ്പോൾ പറഞ്ഞതുപോലെ നയനയാണ് എന്നെ സഹായിച്ചതെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണല്ലോ ഞാൻ ആ കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിന്റെ സത്യാവസ്ഥയൊന്ന് തിരിച്ചറിയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവയാനി തളർച്ചയോടെ തന്റെ റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെന്നിരുന്നിട്ടും ആ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ദേവയാനി ഇരിക്ക പൊറുതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. ആ സമയം ജയൻ വന്ന്, എന്താ ദേവയാനി ഇത്? നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ എണീറ്റ് നടക്കുന്നത്? നടക്കാറായെന്ന് വെച്ച് നിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുത്തിട്ടൊന്നുമില്ല. നീ ഒന്ന് അവിടെ ഇരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ജയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേട്ടൻ സത്യം പറയുമോ എന്ന് ചോദിക്കും. എന്താ ദേവയാനി നീ കാര്യം ചോദിക്കുന്നൊക്കെ പറയുമ്പോ നയന എന്തിനാ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കണതും ജയൻ അത്ഭുതത്തോടെ ദേവയാനിയെ നോക്കണ്. ജയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നീ നയനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് നോക്കിയിരുന്നു പോയതാ. നിനക്ക് അവളെ കാണുന്നത് പോയിട്ട് അവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. പിന്നെന്താ ഇപ്പൊ അവളെ കുറിച്ചൊരു അന്വേഷണം എന്ന് ചോദിക്കും. ഓ ഒന്നുമില്ല ജയേട്ടാ, ഇപ്പൊ ഞാൻ ചോദിച്ചതായോ കുറ്റം? വെറുതെ ചോദിച്ചതാ. ഇത്രയും നാളും ഈ വീട്ടിൽ കഴിഞ്ഞതല്ലേ അവളെ, ആ ഒരു പരിഗണന കൊണ്ട് മാത്രം. അല്ലാതെ ചേട്ടൻ കരുതുന്നത് പോലെ എനിക്ക് അവളെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നയന മോൾ അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ മോൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഈ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സമയം അവളെ ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്കും കുറച്ച് റെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. പിന്നെ മണ്ഡലകാലം കഴിയുന്നത് വരെ അവൾ അവിടെ നിന്നോട്ടെ എന്ന് ആദർശം പറഞ്ഞു. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ അവളുടെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രഷർ കൂട്ടണ്ടല്ലോ. നിനക്കാണെങ്കിൽ അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല താനും. അവര് രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാലോ എന്നുള്ള പേടിയല്ലേ നിനക്ക്? അതുകൊണ്ട് നിന്നെ ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ആദർശ് മോളെ തൽക്കാലത്തേക്ക് അവിടെ നിർത്തിയിരിക്കുന്നത്. അത് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആദർശ് അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മേ, ഞാനൊന്ന് നയനയെ പോയി കണ്ടിട്ട് വരാം. ഇനിയിപ്പോ മണ്ഡലകാലമൊക്കെ കഴിഞ്ഞ് മല ചവിട്ടി തിരിച്ചു വന്നതിന് ശേഷമല്ലേ അവളെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ചെറിയൊരു പേടിയോടെയാണ് കേട്ടോ അമ്മയോട് കാര്യം അവതരിപ്പിക്കുന്നത്. എന്നാൽ ആദർശിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവയാനി സമ്മതിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവൾ അവിടെ നിന്നത് മതി, പറ്റുമെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശ് അത്ഭുതത്തോടെ, അമ്മ എന്താ പറഞ്ഞത്? നയനെ കൂട്ടിക്കൊണ്ടുവരാനോ? അതെന്താ അമ്മയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? അമ്മയ്ക്ക് അവളോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഇല്ലാണ്ടായോ എന്ന് ചോദിക്കും. ആദർശേ, നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കാൻ നിൽക്കണ്ട. എനിക്ക് അവളോടുള്ള ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ നീ അവളെ കാണാനൊന്നും പറഞ്ഞ് അവിടേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഇത് പറഞ്ഞത്. അതിന് മറ്റൊരർത്ഥം നീ കാണണ്ടെന്നൊക്കെ പറയാണ് ദേവയാനി. അങ്ങനെ ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. ഹോളിലെത്തുന്നതും അച്ഛനെ കാണുന്നുണ്ട് ആദർശ്. ജയനെ കാണുന്ന സമയത്ത് ആദർശ് നയനെ കുറിച്ച് തന്നോട് അമ്മ അന്വേഷിച്ചത് സന്തോഷത്തോടു കൂടി പറയുകയാണ് കേട്ടോ. അതെയോ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ തുടങ്ങായിരുന്നു മോനെ. അമ്മ നയനെ കുറിച്ച് നിന്നോട് മാത്രമല്ല എന്നോടും ഇന്ന് അന്വേഷിച്ചു. എന്തായാലും നിന്റെ അമ്മയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനി അവളെങ്ങാനും സത്യങ്ങൾ തിരിച്ചറിഞ്ഞോ ആവോ എന്നൊക്കെ ഇങ്ങനെ ജയൻ സംശയം പ്രകടിപ്പിക്കുമ്പോ അതിനൊരു സാധ്യതയുമില്ല. സത്യങ്ങൾ അമ്മ എങ്ങനെ തിരിച്ചറിയാനാച്ചാ? ഇവിടെ ആർക്കും അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇത് മറ്റെന്തോ കാര്യമാണ്. ചിലപ്പോൾ നയനയെ കൊണ്ട് വീട്ടുവേല ചെയ്യിക്കാനായിരിക്കുമെന്നൊക്കെ പറയുകയാണ് ആദർശ്. ചിലപ്പോൾ അതുമാവാൻ കാരണം. എന്തായാലും നീ മോളെ ഇപ്പോഴൊന്നും കൂട്ടിക്കൊണ്ടുവരികയൊന്നും വേണ്ട. ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. ഇത്രയൊക്കെ ഭേദമായി എന്ന് പറഞ്ഞാലും അതിന്റെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. മോൾ കുറച്ച് നാൾ കൂടി അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറയാണ് ജയനും. ശരി അച്ഛാ, ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വീണ്ടും നയനെ കാണാനായിട്ട് പോവാണ്. ആ സമയം ദേവയാനിയാണെങ്കിൽ സത്യാവസ്ഥ അറിയാനാവാതെ ഇങ്ങനെ നിന്ന് ഒരുക്കുകയായിരിക്കും. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞേ പറ്റൂ. എല്ലാവരും കൂടി എന്നെ പറ്റിക്കാണോ എന്ന് അറിയണമല്ലോ. നയനയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നും ആദർശ് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവളാണോ എന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനെന്താണ് ഒരു വഴി? ഒരു വഴിയുണ്ട്. തൽക്കാലം ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം. എനിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ഡോക്ടർ ഇവിടെ വരെ ഒന്നും വരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഡോക്ടറെ വിളിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി ഡോക്ടറെ വിളിച്ചിട്ട് തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്നും ഡോക്ടറോട് ഇവിടെ വരെ ഒന്ന് വരാനും ആവശ്യപ്പെടുന്നുണ്ട്.
പിന്നെന്താ മാഡം, അധികം വൈകാതെ തന്നെ ഞാൻ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറും ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ അല്പസമയത്തിനകം ഡോക്ടർ ദേവയാനിയെ നോക്കാനായിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. ഡോക്ടറെ ആദ്യം തന്നെ കാണുന്നത് ജലജയായിരിക്കും. ഡോക്ടർ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാഡത്തെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആണോ, ഏടത്തി മുകളിലാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഞാൻ അവിടെ പോയി കണ്ടോളാമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേവയാനിയുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടറോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം എന്ന് കരുതി ദേവയാനി ഒരു അവശത നടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ ദേവയാനിയെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് തിരികെ പോവാനൊരുങ്ങുമ്പോൾ ദേവയാനി ഡോക്ടറെ പിറകിൽ നിന്നും വിളിക്കുന്നുണ്ട്. എന്താ മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആ ഡോർ ഒന്ന് അടച്ചേക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ദേവയാനി. ഡോക്ടർ സംശയത്തോടെ ദേവയാനിയെ നോക്കിക്കൊണ്ട് ഡോർ പോയി കുറ്റിയിടുന്നുണ്ട്. പറഞ്ഞോളൂ, എന്താ മാഡത്തിന് എന്നോട് സംസാരിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടർ. അങ്ങനെ ദേവയാനി സംസാരിച്ച് തുടങ്ങുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഡോക്ടർ സത്യം പറയണം. എനിക്ക് കരളും ബ്ലഡും പകുത്തു തന്ന് എന്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്ന് ഡോക്ടർക്ക് അറിയാമായിരിക്കുമല്ലോ. അതാണ് എനിക്ക് അറിയേണ്ടത്. അതുപോലെ തന്നെ എന്റെ ആദർശിന്റെ ഭാര്യയ്ക്ക് എന്താണ് അസുഖമെന്നും ഡോക്ടർ ഇനി ഒന്നും എന്നിൽ നിന്നും മറക്കാൻ നോക്കണ്ട, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവയാനി. ആ സമയം ഡോക്ടർ കുറച്ചു നേരം നിശബ്ദമായിട്ട് നിന്നതിന് ശേഷം പറയുന്നത്, മാഡം ഇപ്പൊ എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നേയുള്ളൂ. പക്ഷെ അതിപ്പോൾ മാഡത്തിനോട് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. മാഡത്തെ ഒരിക്കലും ഇക്കാര്യം അറിയിക്കരുതെന്ന് മാഡത്തിന്റെ ഹസ്ബൻഡും ഭർത്താവും എന്നോട് പറഞ്ഞതാണ്. മാഡം ഇക്കാര്യം അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് അവരെല്ലാം ഭയക്കുന്നത്. ആ ഒരു ഭയം എനിക്കുമുണ്ട്. പക്ഷെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് മാഡം ഇനിയെങ്കിലും സത്യം അറിയണമെന്നാണ് ഞാൻ കരുതുന്നത്. മാഡം ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ നയനയ്ക്ക് എന്താണ് അസുഖമെന്ന്. കുട്ടിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു, അത് സ്വയം അസുഖം പിടിച്ചു വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. എന്താ ഈ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലായില്ലെന്ന് ദേവയാനി പറയുമ്പോ അതെ മാഡം, മാഡത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്നല്ലേ മാഡം ഇപ്പോൾ ചോദിച്ചത്. മാഡം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മാഡത്തിന്റെ മരുമകൾ തന്നെയാണ് മാഡത്തിന്റെ ജീവൻ രക്ഷിച്ചത്. ആരും ചെയ്യാത്തൊരു പുണ്യപ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത്. അവൾ അവളുടെ ആരോഗ്യനില പോലും കണക്കിലെടുക്കാതെയാണ് മാഡത്തിനെ സഹായിച്ചത്. മാഡം ഇനിയെങ്കിലും സ്വന്തം മരുമകളെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുമ്പോ ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് പറയുകയാണ് ദേവയാനി. വിശ്വസിക്കണം മാഡം, മാഡത്തിനെ എല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. മാഡത്തിന്റെ പോലെ തന്നെ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നയനയും. മാഡത്തിന് വേണ്ടി ഒരാളും ചെയ്യാത്ത ജീവത്യാഗമാണ് ആ കുട്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഡോക്ടർ. ആ സമയം ദേവയാനിയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞ് നിറ കണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുകയാണ്. മാഡത്തിനോട് ഇക്കാര്യം പറഞ്ഞതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. മാഡം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോ ഇല്ല ഡോക്ടർക്ക് എന്നെ വിശ്വസിക്കാമെന്ന് ദേവയാനി മറുപടി കൊടുക്കുന്നതും ഡോക്ടർ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാണ്. ആ സമയം താൻ ഇത്രയും കാലം നയനെ കുറ്റപ്പെടുത്തിയതൊക്കെ ഓർത്ത് നെഞ്ചു വിങ്ങുന്ന വേദനയോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരിയാണ് കേട്ടോ ദേവയാനി. നയനെ ഓരോന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയതും അവളെ താൻ എത്രമാത്രം വേദനിപ്പിച്ചതൊക്കെ ആ സമയം ദേവയാനിയുടെ മനസ്സിലൂടെ മിന്നിമായുന്നുണ്ട്. അങ്ങനെ ദേവയാനി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.